ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ മസാല മക്രോണീൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങിയത് എല്ലാവരും പാസ്തയാണല്ലോ ഉണ്ടാക്കൽ. അപ്പം നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മാറ്റിപ്പിടിക്കാം, മക്രോണി എല്ലാം ഉണ്ടാക്കുക. മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ബോൺലെസ് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുക, അല്ലെങ്കിൽ അപ്പാടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നല്ലോണം മറ്റേ ഭാഗം ഫ്രൈ ആക്കാൻ വെക്കുക. ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വരണം. ഇപ്പം ഇത് എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 3 കപ്പ് മക്രോണിയും അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മക്രോണി നല്ലോണം കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് കുക്കായി വന്നാൽ ഇനി ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു ചൂടായ പാനിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഉള്ളിയാണ് ഇടുന്നത്. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ആദ്യം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഉള്ളി വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഉള്ളി വാടി വരുമ്പോൾ ഒന്ന് തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇടുന്നത്. പിന്നെ 2 പച്ചമുളകും ഇടുന്നുണ്ട്. പച്ചമുളകും തക്കാളിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയെല്ലാം വാടി വരുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം വാടി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇടുക. ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ഇടുക. ഞാനിവിടെ ബീൻസാണ് ഇടുന്നത്. അപ്പം ബീൻസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ പച്ചക്കറി ചേർക്കുമ്പോൾ പച്ചക്കറിയൊന്നും നല്ലോണം ഓവർ കുക്കാകേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മസാല ഇടാൻ റെഡി. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മക്രോണി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മക്രോണിയും കൂടി ഇട്ടിട്ട് ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മസാലയിലും മൊത്തത്തിൽ മക്രോണിയിൽ പിടിക്കണം. ഇനി നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് വേണ്ട, കുറച്ച് ക്രീമി ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇതിലത് കുറച്ച് മയോണീസോ അല്ലെങ്കിൽ ചീസ് ബ്രെഡോ അല്ലെങ്കിൽ കുറച്ച് പാലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്രീമി ആയിട്ട് കിട്ടും. അപ്പം നമ്മളെ മസാല മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂട് കയറ്റാൻ വെക്കുക. വെറും പാസ്ത തന്നെ ഒപ്പം ഉണ്ടാക്കി മടുത്തിനെങ്കിൽ ഇടയ്ക്ക് മക്രോണിയെല്ലാം ഉണ്ടാക്കി ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റുമായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ റെസിപ്പി വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.